സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത നിർമ്മാണം ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുമെന്നതിനാലാണ് നടപടി. തിരക്കേറുന്നതോടെ വർഷങ്ങളായി മൂന്നാറിൽ തുടരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ ശാശ്വത നടപടിയില്ലാത്തതിൽ പ്രതിഷേധം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്താൻ ഇടപെടലില്ല. നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും അനധികൃതമായി തട്ടിയെടുത്ത പണം തിരികെ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. നെടുങ്കണ്ടം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും അക്കൗണ്ടന്റിനോടുമാണ് പണമടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ഉന്നതി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിക്കുന്ന ജോലികളും നടക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ പാലാ റോഡിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞു. 10 പേർക്ക് പരിക്ക്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് തൊടുപുഴ പാലാ റോഡിലെ പ്ലാന്റേഷനിലാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച വിവേകാനന്ദ ട്രാവൽസിന്റെ ബസ്സാണ് ഇന്ന് പുലർച്ചെ 6 മണിക്ക് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് പ്ലാന്റേഷന് സമീപം റോഡിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 49 തീർത്ഥാടകർക്കും 2 ജീവനക്കാർക്കും പരിക്കേറ്റു. ഇതിൽ 10 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. അപകടം നടന്ന ഉടനെ സ്ഥലത്തെത്തിയ കരിങ്കുന്നം പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയതോടെയാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. ബസിനുള്ളിൽ കുടുങ്ങിയവരെ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. വാഹനത്തിനുള്ളിൽ കൈകുടുങ്ങിയ ഒരാളെ ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ച് സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ നില ഗുരുതരമായ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സിറ്റിവിഷൻ തൊടുപുഴ. ദേശീയപാത 85 നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത നിർമ്മാണം ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുവെന്ന കാരണത്താലാണ് തീരുമാനം. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാനാണ് ഉത്തരവ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കു തുടരുന്ന സ്ഥിതിയുണ്ട്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ദേശീയപാത നവീകരണ ജോലികൾ ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പലയിടത്തും മണ്ണ് നീക്കം ചെയ്യുകയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത്. തിരക്കേറുന്നതോടെ ഇത് വലിയ ഗതാഗത കുരുക്കിന് ഇടവരുത്തുന്ന സാഹചര്യത്തിലാണ് ദേശീയപാത നവീകരണം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ പണികൾ നിർത്തിവെക്കുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. വാളറ മുതൽ മൂന്നാർ വരെയാണ് നിലവിൽ ദേശീയപാതയിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നത്. ഓടകളുടെ നിർമ്മാണവും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡിന് വീതി കൂട്ടുന്ന ജോലികളുമാണ് നടക്കുന്നത്. ദേശീയപാതയ്ക്ക് പുറമെ ആനച്ചാലിലടക്കം മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെയും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. സിറ്റിവിഷൻ മൂന്നാർ. തിരക്കേറുന്നതോടെ വർഷങ്ങളായി മൂന്നാറിൽ തുടരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ ശാശ്വത നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിരുന്നിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്തുവാൻ ഫലപ്രദമായി യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല തദ്ദേശീയരായ ആളുകളുടെ ദൈനംദിന ജീവിതവും അഴിയാക്കുരുക്കിൽ താളം തെറ്റുകയാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തിയതോടെ ഇത്തവണയും പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. എന്നാൽ കഴിഞ്ഞ തുടരുന്ന ഈ പ്രശ്നത്തിന് ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. മൂന്നാറിലേക്ക് വിനോദയാത്ര എത്തുന്നവർ വാഹനങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടി തിരികെ പോകേണ്ടുന്ന സ്ഥിതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. ഏറെ സമയം സഞ്ചാരികൾ വാഹനങ്ങളിൽ റോഡിൽ കുടുങ്ങുന്ന സ്ഥിതിയുമുണ്ട്. ഇതുകാരണം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നു. വിനോദസഞ്ചാരികൾ ശുചിമുറികൾ പോകാനാവാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഏറെ സമയം വാഹനങ്ങളിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യവും പ്രതിസന്ധിയാകുന്നുണ്ട്. മൂന്നാർ ടൗൺ, ആനച്ചാൽ ടൗൺ, മൂന്നാർ മാട്ടുപ്പെട്ടി റോഡ്, മൂന്നാർ മറയൂർ റോഡ് എല്ലായിടത്തും സ്ഥിതി സമാനം തന്നെ. റോഡുകളുടെ വീതി കുറവാണ് ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം. ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നുംപടിയുള്ള പാർക്കിങ്ങും പ്രതിസന്ധിയാവുന്നുണ്ട്. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല തദ്ദേശീയരായ ആളുകളുടെ ദൈനംദിന ജീവിതവും അഴിയാക്കുരുക്കിൽ താളം തെറ്റുകയാണ്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ചികിത്സാ സൗകര്യങ്ങൾക്കോ പുറപ്പെട്ടാൽ യഥാസമയം എത്തേണ്ടിടത്ത് എത്താൻ കഴിയാതെ പോകുന്നത് ചെറിയ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്താൻ ഫലപ്രദമായ യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. സിറ്റിവിഷൻ മൂന്നാർ.
ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും അനധികൃതമായി തട്ടിയെടുത്ത പണം തിരികെ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. നെടുങ്കണ്ടം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും അക്കൗണ്ടന്റിനോടുമാണ് പണം അടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരുവരും ചേർന്ന് പലിശ ഉൾപ്പെടെ 26 ലക്ഷത്തോളം രൂപ തിരികെ അടയ്ക്കണം. ബില്ലുകളിലും ചെക്കുകളിലും കൃത്രിമം കാണിച്ചാണ് മുൻ നെടുങ്കണ്ടം പഞ്ചായത്ത് അക്കൗണ്ടന്റ് PB ബിനോയ്, സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വൈദ്യുതി ബില്ല് തുകയിൽ അടക്കം കൃത്രിമം കാണിച്ചു. 750 രൂപയുടെ യഥാർത്ഥ ബില്ല് 8750 രൂപയാക്കി ചെക്ക് മാറിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിലാകെ 21,96,074 രൂപ ക്രമവിരുദ്ധമായി ചെലവഴിച്ചു. സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നഷ്ടമായ തുക 18% പലിശ ഉൾപ്പെടെ ആകെ 25,91,368 രൂപ തിരികെ അടയ്ക്കണം. ചെക്കുകളിലും ബില്ലുകളിലും മുൻ പഞ്ചായത്ത് ജീവനക്കാർ, അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പേരിൽ, മുൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പേരിൽ ക്രമക്കേട് കാണിച്ചതിൻ്റെ ഒരു പത്രവാർത്തയും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മാനേജ്മെന്റ് അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പരാതി നിലനിന്നിരുന്നു. ഏകദേശം 22 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് അന്ന് കണ്ടുപിടിച്ചത്. ഇപ്പം പഞ്ചായത്തിൻ്റെ ഡയറക്ടർ 22 ലക്ഷം രൂപയും അതോടൊപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 26 ലക്ഷം രൂപയോളം തിരിച്ചടക്കാനായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ ഓർഡർ എത്തിയിട്ടുണ്ട്. തിരിച്ചടക്കാനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ നിർദ്ദേശം ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അത് നിലനിന്നിരുന്നത്. പിന്നെ UDFന്റെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരികയും അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തട്ടിപ്പരങ്ങേറിയത്. ബിനോയ്ക്കെതിരെ നെടുങ്കണ്ടം പോലീസിൽ നിലവിലുള്ള കേസിൽ സുനിൽ സെബാസ്റ്റ്യനെയും പ്രതി ചേർക്കുമെന്നും ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോർജ് ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ 2 ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കാണാം ശരണമന്ത്രം. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ ശബരീശന് തിരുവാതിര അർച്ചന സമർപ്പിച്ച കുഞ്ഞു മാളികപ്പുറങ്ങൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ ജീവകലാ സാംസ്കാരിക കേന്ദ്രത്തിലെ 9 വയസ്സിന് താഴെയുള്ള 11 പെൺകുട്ടികളാണ് സന്നിധാനം നടപ്പന്തലിലെ വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ചത്. കൈകൊട്ടിയും കോൽകൊട്ടിയും മൺചിരാതുകൾ ചേർത്തും വ്യത്യസ്തമായ 5 തിരുവാതിര ഇനങ്ങൾ അവതരിപ്പിച്ചു. ഭക്തിസാന്ദ്രമായ സന്നിധാനത്ത് കുട്ടികളുടെ നൃത്താർച്ചന അയ്യപ്പ ഭക്തർക്കും കൗതുക കാഴ്ചയായി മാറി. AK ആദിത്യ, A പുണ്യ, S രവ്യ, നിള ഉണ്ണികൃഷ്ണൻ, SV ശിവപ്രിയ, K കൃഷ്ണകൃപ, വൈഷ്ണവി S നായർ, ദേവപ്രിയ അരുൺ, SP ശിവകാർത്തിക, SS വൈഗ, RK നിരഞ്ജന എന്നിവരാണ് തിരുവാതിര അവതരിപ്പിച്ചത്. നൃത്താധ്യാപിക പാർവതി മോഹനനാണ് തിരുവാതിര ചിട്ടപ്പെടുത്തിയത്. 2017 മുതൽ സന്നിധാനത്ത് ജീവകലാ സാംസ്കാരിക കേന്ദ്രം തിരുവാതിര അവതരിപ്പിക്കുന്നതാണ്. ജീവകലാ സെക്രട്ടറി VS ബിജുകുമാർ, ജോയിന്റ് സെക്രട്ടറി P മധു എന്നിവരാണ് സംഘത്തെ ശബരിമലയിലെത്തിച്ചത്. സിറ്റി വിഷൻ, സന്നിധാനം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിച്ചു. ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടി അറിയാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗങ്ങളായ B മോഹൻകുമാർ, KK ഷാജു എന്നിവർ സന്നിധാനം സന്ദർശിച്ചത്. ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്ത്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീനിവാസ് എന്നിവരുമായി കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ സ്വീകരിച്ച വിവിധ നടപടികളിൽ കമ്മീഷൻ തൃപ്തി അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്തും 18ാം പടിയിലും ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വരിയെ വിപുലീകരിക്കണമെന്നും കുട്ടികളെ കണ്ടെത്താൻ അണിയിക്കുന്ന റിസ്റ്റ് ബാൻഡ് എല്ലാ കുട്ടികളിലും അണിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു.
കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ. ഏതായാലും ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേക ക്യൂ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി തിരക്ക് വരുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളും അതിനകത്തുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ചെയ്തിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ശബരിമലയിലെ ഉദ്യോഗസ്ഥരുമായി വിശദമായ ഹിയറിംഗ് നടത്തി നിലവിലെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ പുതിയ നിർദ്ദേശങ്ങൾ നൽകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. സിറ്റി വിഷൻ സന്നിധാനം. SNDP യോഗം രാജാക്കാട് 1209 നമ്പർ രാജാക്കാട് ശാഖയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ജനുവരി 3 നടക്കും. ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ തിരുവാതിര പുഴുക്ക തിരുവാതിര ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ഭക്തർക്ക് വിതരണം ചെയ്യും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സാബു വാവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു വെട്ടുകല്ലമാക്കൽ, സെക്രട്ടറി KP സജീവ് കണ്ണശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം 2026 ജനുവരി മാസം 2, 3 തീയതികളിലായിട്ട് വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും 9:30 ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തുളസിത്തൈ നട്ടുകൊണ്ട് ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ആരംഭിക്കുന്നതാണ്. 10 മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ പുഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് പാണ്ഡിക എഴുന്നള്ളിപ്പായിട്ട് ക്ഷേത്രത്തിലെ 11 കുടുംബയോഗ യൂണിറ്റുകളിലും NSS കരയോഗം ഓഫീസിൽ SDP ശാഖ യോഗങ്ങളുടെ ഓഫീസുകളിലൊക്കെ സമീപിക്കുന്നതിന് മുന്നോടിയായി 10 മണിക്ക് NSS കരയോഗത്തിൽ നിന്നും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കുകയും തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വൈകുന്നേരം വിപുലമായ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിൽ സമാപിക്കുകയും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം അഷ്ടമംഗല്യ സമർപ്പണം തിരുവാതിര കളിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും പിറ്റേ ദിവസം രാവിലെ ആലപ്പുഴ മോഹനൻ വൈദ്യരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന മഹാ ഔഷധം 9 മണിക്ക് മുതൽ ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുകയും തുടർന്ന് ഇളനീറാട്ടം, കലശം, അഭിഷേകം മുതലായ ക്ഷേത്ര ചടങ്ങുകൾ നടക്കുകയും വൈകുന്നേരം തിരുവാതിര സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ബഹുമാനപ്പെട്ട SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ MP ശ്രീകുമാർ സാർ ഭദ്രദീപ പ്രകാശനം നടത്തുകയും തുടർന്ന് ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം അരങ്ങേറുകയും ചെയ്യുന്നതാണ്. ചെറിയൊരിടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവ 2026 ആദ്യ ദ്വൈവാര നറുക്കെടുപ്പ് 2-ാം തീയതി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വണ്ണപ്പുറം, ഏലപ്പാറ, പൂപ്പാറ, കഞ്ഞിക്കുഴി, അടിമാലി എന്നീ കേന്ദ്രങ്ങളിലാണ് നറുക്കെടുപ്പ് നടത്തുക. ജില്ലയിലെ എല്ലാ അംഗ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങണമെന്ന് നേതാക്കൾ പറഞ്ഞു. ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറും, 2-ാം സമ്മാനം 5 നിയോജക മണ്ഡലങ്ങളിലും ഓരോ മാരുതി ആൾട്ടോ കാറുകളും, പ്രതിമാസ നറുക്കെടുപ്പിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയും
ദ്വൈവാര നറുക്കെടുപ്പിൽ മിക്സി, പ്രഷർ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. ജില്ലയുടെ ഉത്സവം കൈനിറയ സമ്മാനം എന്ന മുദ്രാവാക്യമുയർത്തി സമ്മാന പെരുമഴ സ്വീകരിക്കുവാൻ ഇടുക്കിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ ഒരു വലിയ ഉത്സവമാക്കി മാറ്റാനാണ് ഏകോപന സമിതി ആഗ്രഹിച്ചത്. ഭാഗ്യവശാൽ എല്ലാ അംഗസ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഉപഭോക്താക്കളും ഇതിനോടകം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കടകളിൽ കൂപ്പൺ ഇല്ലെങ്കിൽ ഉപഭോക്താക്കൾ കൂപ്പൺ ചോദിച്ച് വാങ്ങുകയാണ്. കൂപ്പൺ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുകയില്ല. കാരണം കൂപ്പൺ വേണം, അത് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു വാശിയിലാണ് അവർ. അപ്പോൾ സാധനങ്ങൾ വാങ്ങൂ, സമ്മാന കൂപ്പൺ ചോദിച്ച് വാങ്ങൂ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇടുക്കിയുടെ ഉത്സവം കൈ നിറയെ സമ്മാനം എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. ദ്വൈവാര നറുക്കെടുപ്പിന് വിവിധ കേന്ദ്രങ്ങളിൽ സണ്ണി പൈമ്പള്ളിൽ, നജീബ ഇല്ലത്തുപറമ്പിൽ, KR വിനോദ, R രമേശ, VS ബിജു, PM ബേബി എന്നിവർ നേതൃത്വം നൽകും. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സണ്ണി പൈമ്പള്ളിൽ വൈസ് പ്രസിഡന്റ് VS ബിജു, സിബി കൊച്ചുവള്ളാട്ട്, സജി കോട്ടയ്ക്കൽ, PJ ജോൺസൺ, റോയ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി ജില്ലാ വിമൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടികൾ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ വിമൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ ആദരിച്ചു. വാഴത്തോപ്പ് സ്വതന്ത്ര ഷെൽട്ടർ ഹോമിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വിമൻസ് കൗൺസിൽ സെക്രട്ടറി റോസക്കുട്ടി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ ഭദ്രദീപം തെളിയിച്ച് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ തീർച്ചയായിട്ടും ഇത്ര നല്ല മജോറിറ്റി ഒക്കെ ഉള്ള ഒരു ഭരണ സംവിധാനത്തില് നിങ്ങൾക്ക് ധാരാളം ഇവിടെയുള്ള ആളുകൾക്ക്, സാധാരണ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി വിജയിക്കാൻ സാധിക്കും എന്ന് ഫാദർ വിനീത് CMI മുഖ്യപ്രഭാഷണം നടത്തി. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 15 മെമ്പർമാരും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സ്വീകരണ പരിപാടികൾക്ക് നന്ദി അർപ്പിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. നോക്കാം സിറ്റി വിഷൻ കാർഷികം. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ഉന്നതി. കുഞ്ചിപ്പെട്ടിയിലെ പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിക്കുന്ന ജോലികളടക്കം നടന്നു വരികയാണ്. കറ്റമെതിക്കാനുള്ള യന്ത്രമെത്തിയതോടെ കുഞ്ചിപ്പെട്ടി ഉന്നതിയിലെ കർഷകർ ഏറെ സന്തോഷത്തിലാണ്. പട്ടികവർഗ വികസന വകുപ്പാണ് കർഷകർക്ക് തുണയുമായി എത്തിയത്. മെതിയന്ത്രങ്ങൾ എത്തിയതോടെ പണിക്കൂലി ലാഭിക്കുവാനും കൃഷിജോലികൾ എളുപ്പമുള്ളതാക്കി മാറ്റാനും കഴിഞ്ഞുവെന്ന് കർഷകർ പറയുന്നു. ഇത് നമ്മുടെ കട്ടമുടി പാടശേഖര സമിതിയിലെ ആൾക്കാർക്ക് വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്ന മെതിയന്ത്രമാണ്. ഇത് വളരെ കിട്ടിയതോടുകൂടി നമ്മുടെ ഒരുപാട് നേട്ടങ്ങൾ ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തുകളിൽ ഏറ്റവും കൂടുതൽ ഇതായിരുന്നു, പണിക്കൂലി കൂടുതലും വരുമാനം കുറവും എന്ന രീതിയിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപോലെ വരുമാനം കുറവാണെങ്കിൽ പോലും നമുക്ക് പണിക്കൂലി ലാഭിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പണിക്കൂലി തന്നെ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. കാടുവെട്ടയന്ത്രം, പമ്പ് സെറ്റ്, കൊയ്ത്തന്ത്രം എന്നിവ ലഭിച്ചതോടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ കർഷകർക്ക് കൂടുതൽ എളുപ്പമായി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വിപണിയിൽ ഇറക്കിയ കുഞ്ചിപ്പെട്ടി ബ്രാൻഡ് കൂടുതലായി വിപണിയിലെത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഇവര്. നെല്ലുകുത്തി അരിയാക്കുന്നതിനുള്ള മില്ല് ഉടൻ തന്നെ ഉന്നതിയിൽ പ്രവർത്തനം ആരംഭിക്കും. പ്രദേശത്ത് വനംവകുപ്പിന്റെ തരിശായി കിടക്കുന്ന ഭൂമി വിട്ടു നൽകിയാൽ അവിടെ പരമ്പരാഗത കൃഷികൾ വ്യാപിപ്പിക്കാമെന്നും പാടശേഖര സമിതി പറയുന്നു. സിറ്റി വിഷൻ, അടിമാലി. കുടുംബസംഗമവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും നടന്നു. കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെയും ലേഡീസ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമത്തോടൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടന്നത്. കുരുവിള സിറ്റി കുളവേലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷങ്ങൾ ക്ലബ് പ്രസിഡന്റ് വിമൽ മാത്യു ഉദ്ഘാടനം ചെയ്തു. കുരുവിള സിറ്റി മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബ് ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിച്ചു. ലേഡീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പങ്കെടുത്തവർക്കെല്ലാം മനോഹരമായ ഓർമ്മകളായി. കുരുവിള സിറ്റി കുളവേലിൽ ഓഡിറ്റോറിയം വേദിയായ ചടങ്ങുകൾ ഉത്സവമായി മാറി. ക്ലബ് പ്രസിഡന്റ് വിമൽ മാത്യു കുടുംബസംഗമവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും ഉദ്ഘാടനം ചെയ്തു.
സമുദായ ഐക്യവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും സംരക്ഷിക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ സാമൂഹ്യ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വളരെ സന്തോഷകരമായ ദിവസമാണ്. നമ്മളിത് ചെറിയ രീതിയിൽ നടത്തണമെന്നാണ് പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ പ്ലാൻ ചെയ്ത് വൻ ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാം പോലെ ഒരു വൻ പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്. വളരെ സന്തോഷം. ക്രിസ്തുമസ് ന്യൂ ഇയർ സമ്മാനമായി എല്ലാവർക്കും കേക്കുകൾ വിതരണം ചെയ്തു. കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. വിവിധ കലാപരിപാടികളും കുട്ടികളുടെ പ്രകടനങ്ങൾ, വിനോദ പരിപാടികൾ എന്നിവ ആവേശം പകർന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് അധിക മികവ് നൽകി. സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള കുരുള സിറ്റി ലയൺസ് ക്ലബിന്റെ ഈ ആഘോഷം സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും പുതുവത്സരത്തിന്റെ പ്രതീക്ഷകളുടെയും സൗഹൃദത്തിന്റെയും പ്രതിഫലനമായി മാറി. വിവിധ മേഖലയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി ജോർജ് അരീപ്ലായ്ക്കൽ, ജിക്സൺ മാത്യു, റോസ്മി എബിൻസ്, മിനി ജോർജ, മിനി ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജകുമാരി. സേനാപതി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് സമാപനമായി. സമാപന സമ്മേളനം പഞ്ചായത്ത് അംഗം ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളാണ് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം 8ാം വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. ഞാൻ മിക്ക വേദികളിലും പറഞ്ഞ പോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും നിരന്നിരുന്നപ്പോൾ ഞാൻ ജോസ് സാറിനോടും ഡിപ്യൂട്ടിനോടും ചോദിച്ചൊരു ഡയലോഗുള്ളൂ. ഈ കുട്ടികൾ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഇവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ കുറച്ച് ദിവസം കിട്ടുന്ന സമയത്ത് ഇവർ ഉല്ലാസമായിട്ട് നിൽക്കുന്നതിന് പകരം. അധ്യാപികയായ ധന്യ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ലിജോ നന്ദി രേഖപ്പെടുത്തി. സിറ്റി വിഷൻ രാജാക്കാട്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 12,380 രൂപ, പവന് 99,040 രൂപ, വെള്ളി ഗ്രാമിന് 256 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85-ൽ നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത നിർമ്മാണം ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുമെന്നതിനാലാണ് നടപടി. തിരക്കേറുന്നതോടെ വർഷങ്ങളായി മൂന്നാറിൽ തുടരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ ശാശ്വത നടപടിയില്ലാത്തതിൽ പ്രതിഷേധം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്താൻ ഇടപെടലില്ല. നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും അനധികൃതമായി തട്ടിയെടുത്ത പണം തിരികെ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം. നെടുങ്കണ്ടം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും അക്കൗണ്ടന്റിനോടുമാണ് പണമടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ഉന്നതി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിക്കുന്ന ജോലികളും നടക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.